സൗദി അരാംകോന്റെ കീഴിൽ 10th തോറ്റവർക്ക് മുതൽ ബിടെക്കും എംടെക്കും എംബിയും കഴിഞ്ഞവർക്ക് വരെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബുകളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഓഫ് ഷോർ ജോബും വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ടെക് വേ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വസ്വാഗതം. 10th പാസ്സായവർക്കും 10th തോറ്റവർക്കും +2 ഡിഗ്രി, ഡിപ്ലോമ, ബിടെക് ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ജോബുകളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അത് പോയിട്ട് കാണാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അതിൽ നിന്നും കുറച്ച് ജോബുകൾ സെലക്ട് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് ആ ഒരു ജോബുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതേപോലെ തന്നെ ഞാൻ ഇന്ന് പറയുമ്പോൾ എല്ലാ ജോബുകളിലും ഇംഗ്ലീഷും കമ്പ്യൂട്ടർ നോളജും എന്തായാലും അറിഞ്ഞിരിക്കുന്നുണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റത്തെ ജോബ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ജോബ് സ്കഫോൾഡിംഗ് സൂപ്പർവൈസർ ഓർ സ്കഫോൾഡിംഗ് ഇൻസ്പെക്ടർ ആണ് വരുന്നത്. 10th ഫെയിലായവർക്ക് മുതൽ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതായത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. സ്കഫോൾഡിംഗ് സൂപ്പർവൈസറായിട്ടും സ്കഫോൾഡിംഗ് ഇൻസ്പെക്ടറായിട്ടും 5 വർഷത്തെ എക്സ്പീരിയൻസ് ആൾക്കുണ്ടായിരിക്കണം. പിന്നെ ഈ സ്കഫോൾഡിങ്ങിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അറിഞ്ഞിരിക്കണം, നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ ഡ്രോയിങ് നോക്കാൻ അറിഞ്ഞിരിക്കണം. അരാംകോൻ്റെ അപ്രൂവൽ കിട്ടാനായിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അരാംകോ പറയുന്നത്. അരാംകോയിൽ മെൻഷൻ ചെയ്തത് 10th ഫെയിലായവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി നമ്മൾ റെക്കമെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 10th ആണ് പറയുന്നത്. ഇനി ഇതിന്റെ സാലറി വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8,000 സൗദി റിയാലാണ്. നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 3,76,000 രൂപയാണ് വരുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ജോബ് എന്ന് പറയുന്നത് ഫോർമാൻ ജോബുകളാണ് കേട്ടോ. ഫോർമാൻ ജോബ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ സെക്ഷനുകളുണ്ട്. പൈപ്പിംഗ്, സ്ട്രക്ചറില്, E&I, പിന്നെ പെയിന്റിങ്, അങ്ങനെ കുറേ അധികം ജോബുകൾ ഇതിൽ ഫോർമാൻ്റെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ഡ്രോയിങ് ഏതിൻ്റെ ആണോ, ഏത് ജോബിൻ്റെ ആണോ അതിൻ്റെ ജോബിൻ്റെ ഒക്കെ ഡ്രോയിങ് നോക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഓരോ ജോബുകൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കരിയറിനൊന്ന് ബെറ്റർ ആക്കി മാറ്റാവുന്നതാണ്. പിന്നെ 10th ഉള്ളവർക്ക് ഇതിലൂടെ നല്ലതാണ്. 10th ഫെയിലായവർക്കും ഇതിൽ വരാം. ഈ ഒരു ഫോർമാൻ ആവണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 10th ഫെയിലായതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10th പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വർക്കർ ലെവലിൽ നിന്ന് 2-3 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, ഒരു ഫിറ്ററാണെന്ന് വിചാരിക്കുക. ആ ഒരു ഫിറ്റർക്ക് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3ാമത്തെ വർഷം തൊട്ട് ഫോർമാൻ ജോബിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ നമുക്ക് ഘട്ടമായിട്ട് ഇങ്ങനെ ഉയർന്നു ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോർമാൻ ജോബിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാലറി പറയുന്നത് 88,000 രൂപയാണ് വരുന്നത്. സൗദി റിയാൽ വരുമ്പോൾ 4,000. നമ്പർ 3 എന്ന് പറയുന്നത് സൂപ്പർവൈസർ ആണ്. ഫോർമാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരെ നമ്മുടെ സൂപ്പർവൈസർ ആണല്ലോ. സൂപ്പർവൈസറിലും ഇങ്ങനെ തന്നെയാണ്. വെൽഡിംഗ് സൂപ്പർവൈസർ, പിന്നെ പെയിന്റിംഗ് സൂപ്പർവൈസർ, സ്ട്രക്ചറൽ സൂപ്പർവൈസർ, പൈപ്പിംഗ് സൂപ്പർവൈസർ, പെയിന്റിംഗ് സൂപ്പർവൈസർ. ഇതിൽ ചില സൂപ്പർവൈസർമാർക്ക് നമ്മുടെ അരാംകോന്റെ അപ്രൂവൽ വേണം. അരാംകോന്റെ അപ്രൂവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് വേണം സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിട്ട്. ഇനി സൂപ്പർവൈസർ എങ്ങനെയാണ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർമാനായിട്ട് ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസോ ചില കമ്പനിയോട് 5 വർഷത്തെ എക്സ്പീരിയൻസോ ചോദിച്ചേക്കാം. അങ്ങനെ നമുക്ക് ഒരു സൂപ്പർവൈസറായിട്ട് ആവാവുന്നതാണ്. പിന്നെ നല്ല നോളേജ്, ഏത് ജോബാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ജോബിനെ കുറിച്ചിട്ടുള്ള നല്ല നോളേജ് നമുക്കുണ്ടായിരിക്കണം. നല്ല കമാൻഡിങ് പവർ നമുക്കുണ്ടായിരിക്കണം. നല്ല രീതിയിൽ കോർഡിനേറ്റിംഗ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷൊക്കെ പറയാനായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ കമ്പ്യൂട്ടറൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇനി സാലറി വരുന്നത് 6,000 സൗദി റിയാലാണ് വരുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1,33,000 രൂപയായിട്ട് മാറും. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ബിടെക് കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് ആയിട്ട് സൂപ്പർവൈസർ ആവാൻ സാധിക്കുന്നതാണ്. പിന്നെ സൂപ്പർവൈസർ ആവണമെന്നുണ്ടെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ ആയാലും മതി, അതിന് യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എങ്ങനെയാണ് ജോബ് ഈ സൂപ്പർവൈസറിലോട്ട് എത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കർ ലെവലിൽ നിന്ന് ഫോർമാനിലോട്ട്, ഫോർമാനിൽ നിന്ന് സൂപ്പർവൈസറിലോട്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ റിഗർ ലെവൽ 3 ആണ് നമ്മൾ 4ാമതായിട്ട് പറയാൻ പോകുന്നത്. ഇതിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 10th ഫെയിലായവർക്ക് വരെ ഈ ജോബിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അരാംകോന്റെ അപ്രൂവൽ വേണം. അരാംകോന്റെ അപ്രൂവലിൽ നമുക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 10th ഫെയിലായവർക്ക് മുതൽ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാലറിയാണ് ഈ ഒരു ജോബിലോട്ട് വരുമ്പോൾ. പിന്നെ 3 മാസം മുതൽ 6 മാസം വരെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് നല്ലതാണ്. പക്ഷെ അരാംകോ അത് പറയുന്നില്ല. ജസ്റ്റ് ഒരു എക്സാമാണ്. ഒരു എക്സാം അപ്ലൈ ചെയ്യുക. അരാംകോന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ മാറുന്നതാണ് കേട്ടോ. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ സാലറി വരുന്നത് 6,000 സൗദി റിയാലാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1,33,000 രൂപയായിട്ട് വരുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ ജോബ് എന്ന് പറയുന്നത് റിഗർ ലെവൽ 2 ആണ്. റിഗർ ലെവൽ 2 ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിഗർ ലെവൽ 3 ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിഗർ ലെവൽ 2 ആവുന്നതാണ്. അങ്ങനെ നമുക്ക് റിഗർ ലെവൽ 2ന്റെ അരാംകോ അപ്രൂവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 15,000 സൗദി റിയാൽ, നാട്ടിലത്തെ 3,30,000 രൂപ മുതൽ തന്നെ
സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ട്രിഗർ ലെവൽ 1 ആണ് ഇതിന്റെ മെയിൻ ഇൻചാർജ് എന്ന് പറയുന്നത്. ഇവരെല്ലാം നിയന്ത്രിക്കുന്നതും ട്രിഗർ ലെവൽ 1 ആണ്. ട്രിഗർ ലെവൽ 1 ആണ് എല്ലാ ഡിസിഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. ട്രിഗർ ലെവൽ 2ന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിഗർ ലെവൽ 1 അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ആരാംകോ അപ്രൂവലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 30,000 സൗദി റിയാൽ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടും. നാട്ടിലത്തെ ഏകദേശം 6,60,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടുക. നമ്പർ 7 എന്ന് പറയുന്നത് നമ്മുടെ WPR ജോബാണ്. WPR ജോബിലോട്ട് വരുമ്പോൾ പ്ലസ് ടു പാസ്സായവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ജോബിലോട്ട്. പക്ഷേ ചില കമ്പനിയോട് ഡിഗ്രി പറയുന്നുണ്ട്. പക്ഷേ എന്നാലും പ്ലസ് 2 വെച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിർബന്ധമായിട്ടും നമ്മുടെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. പിന്നെ ആരാംകോന്റെ അപ്രൂവൽ നമുക്ക് എടുക്കണം. ആരാംകോന്റെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 4,000 സൗദി റിയാലാണ് ഇതിന്റെ സാലറി വരുന്നത്. നാട്ടിലത്തെ ഏകദേശം 88,000 സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടും. 8ാമത്തെ ജോബ് എന്ന് പറയുന്നത് NDT ആണ്. ഒരു NDT ആവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്ലസ് 2 കഴിഞ്ഞവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻസ് അപ്പോൺ കമ്പനി എന്ന് പറയാം. ചില കമ്പനികൾ ഇപ്പോൾ പറയുന്നത് ഡിപ്ലോമ, ഡിഗ്രി, BTech ഇവരെയാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. പ്ലസ് 2 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. എന്തായാലും എക്സ്പീരിയൻസ് വേണം ആരാംകോന്റെ അപ്രൂവൽ എടുക്കാനായിട്ട്. അത് 5 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാംകോന്റെ അപ്രൂവൽ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി NDT കോഴ്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ ബേസിക് ആയിട്ട് ഒരു ഡിപ്ലോമ, ഡിഗ്രി, BTech എടുക്കായിരിക്കും നല്ലത്. NDT എന്ന് പറഞ്ഞാൽ ഈ ജോബ് നല്ലൊരു ജോബാണ്. നല്ല രീതിയിൽ നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റിയൊരു ജോബാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന്റെ സാലറി വരുന്നത് ഏകദേശം നമ്മുടെ 4,000 സൗദി റിയാലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. നാട്ടിലത്തെ 88,000 രൂപ. ഗൈസ്, അങ്ങനെ നമ്മുടെ നമ്പർ 9 എന്ന് പറയുന്നത് സേഫ്റ്റി ഓഫീസർ ജോബാണ്. ഒരു സേഫ്റ്റി ഓഫീസർ ജോബിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബോഷ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അയോഷ് ഉണ്ടായിരിക്കണം. പിന്നെ ബേസിക് ആയിട്ട് പറയണത് ഡിപ്ലോമ, ഡിഗ്രി, BTech ഇതിലേതെങ്കിലും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ആരാംകോന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ആരാംകോന്റെ അപ്രൂവലിന് വേണ്ടി 5 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിക്കണതല്ല ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സാലറി വരുന്നത് 6,000 സൗദി റിയാൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടും. നാട്ടിലത്തെ ഏകദേശം 1,33,000 രൂപയാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നമ്പർ 10 എന്ന് പറയുന്നത് ഷെഫ് ജോബുകളാണ്. ഷെഫിന്റെ ജോബ് എന്തിനും ഞാൻ ഇതിന്റെ ഇടയിൽ പറയേണ്ടത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലത്തെ ഈ ജോബിന്റെ ഇടയിൽ, അതായത് നമ്മുടെ ഈ വെസല്, ബാർജ് ഇതിലൊക്കെ ഷെഫുകൾ വരുന്നുണ്ട്. അപ്പോൾ ഷെഫുകളൊക്കെ വരുമ്പോൾ അവർക്ക് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. ഒരു 10th മതി. അതുപോലെ ഷെഫിന്റെ കോഴ്സ് ഒന്ന് കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ അറിയാണെന്നുണ്ടെങ്കിൽ ഷെഫ് ആവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് തന്നെ 6,000 സൗദി റിയാൽ കിട്ടും. നാട്ടിലത്തെ ഏകദേശം 1,33,000 രൂപ. ഗൈസ്, നമ്മുടെ 11ാമത്തെ ജോബ് എന്ന് പറയുന്നത് QC ഓഫീസർ ജോബാണ്. ഒരു QC ഓഫീസർ ജോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് BTech ഉണ്ടായിരിക്കണം. ഡിപ്ലോമ ഉണ്ടായാലും കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ QCയുടെ ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആരാംകോന്റെ അപ്രൂവൽ വേണം. ആരാംകോന്റെ അപ്രൂവൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസും കൂടി വേണം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10,000 സൗദി റിയാൽ നാട്ടിലത്തെ 2,20,000 രൂപ നമുക്ക് സാലറി ആയിട്ട് കിട്ടും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഈ ജോബുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം.